സന്നിധാനത്ത് നമ്മളുടെ പ്രതിനിധിയുണ്ട് പ്രവീൺ പുരുഷോത്തമൻ. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സന്നിധാനത്ത് ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് പ്രവീൺ? സ്വാമി ശരണം. ഗുഡ് മോർണിംഗ് അരുൺ. സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ട് മുതിർന്നവർക്കും ഒപ്പം തന്നെ പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കുമൊക്കെ ഈ 18-ാം പടി കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ വഴി പോകാതെ അവർക്ക് വലതുവശത്തു കൂടി അയ്യപ്പ ദർശനം സാധ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മിപ്പോൾ കാണുന്ന കാഴ്ച ഈ കുട്ടികളുമായി വരുന്ന അയ്യപ്പന്മാരൊന്നും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ 18-ാം പടി കയറി നേരെ ഇടതുവശത്തേക്ക് പോകുന്നത് ഫ്ലൈ ഓവറിലേക്കാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിൽ ക്യൂ നിൽക്കാതെ മുതിർന്ന ഒരാളോടൊപ്പം അവർക്ക് ഈ വലതുവശത്തു കൂടി ഫ്ലൈ ഓവറിൽ കയറാതെ തന്നെ ദർശനം നടത്താവുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഈ കുട്ടികളെ മുതിർന്നവരോട് കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ തിരക്കില്ലാതെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വശത്തു കൂടി അയ്യപ്പ ദർശനം സാധ്യമാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ആരും നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വലിയ നടപ്പന്തലിൽ ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രായമായവർക്കും ഒപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുമായി വരുന്നവർക്കുമായിട്ടുള്ളതാണ്. ആ ഒരു ക്യൂവിൽ നിന്നുകൊണ്ട് അവർക്ക് നടപ്പന്തൽ കഴിഞ്ഞ് 18-ാം പടി ചവിട്ടി ഇതാ ഈ കാണുന്ന വഴിയിൽ കൂടി നേരെ ഈ ക്യൂവിൻ്റെ ഈ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് കയറാം. അപ്പോൾ പിന്നെ ശ്രീകോവിലേക്ക് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം ഈ ഫ്ലൈ ഓവറിൻ്റെ മുകൾ വശം നമുക്ക് കാണാം. ആ കാണുന്ന ക്യൂ ഒക്കെ നിന്നാണ് സാധാരണ അയ്യപ്പന്മാർ എല്ലാവരും തന്നെ ഈ സോപാനത്തിലേക്ക് ശ്രീകോവിലിനടുത്തേക്ക് വരുന്നത്. പക്ഷേ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ക്യൂ നിൽക്കേണ്ട, അതായത് ഫ്ലൈ ഓവറിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 18-ാം പടി കയറി നേരെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്താവുന്നതാണ്. ഇപ്പോൾ കൊച്ച് അയ്യപ്പന്മാരും ആലിപ്പുറങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട ഒരു കാര്യമാണുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് ഒരു അറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ഭക്തരും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് വേണം നമുക്ക് കാണാൻ. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ഒരു അറിയിപ്പ് പിന്നെയും കൊടുക്കുകയും ഈ 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസുകാർ തന്നെ ഈ മുതിർന്നവരോടൊപ്പം ഒരു കൊച്ചു കുഞ്ഞിനെയും കൂടി അങ്ങനെ വരുന്ന ആളുകളെ ക്യൂ ഇല്ലാതെ തന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്നലെ തന്നെ 60,000-ത്തിലധികം പേർ ദർശനം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു ദിവസം 10,000-ത്തോളം പേർക്ക് തത്സമയ ബുക്കിങ്ങിലൂടെ ദർശനത്തിനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ശരാശരി 3,000 പേർ മാത്രമേ ഈ തത്സമയ ബുക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതുള്ളതാണ്. അതായത് 7,000 പേർക്ക് കൂടി വേണമെങ്കിൽ ഈ തത്സമയ ബുക്കിങ്ങിൽ കൂടി ദർശനം നടത്താവുന്നതാണ്. ഇന്നലത്തെ കണക്കുകൾ നാം നോക്കുമ്പോൾ 64,915 പേർ ആണ് ഇന്നലെ ദർശനം നടത്തിയത്. 70,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചവരെ 50,000 പേരോളം ദർശനം നടത്തി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് പൊതുവെ കുറവായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇതിനോടകം തന്നെ 17,000 പേർ തന്നെ ഇതിനോടകം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ഏകദേശം 65,000-ത്തോളം പേരോളം ഒരുപക്ഷെ ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് ശബരിമലയിൽ കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ്. എങ്ങനെയുണ്ട് സ്വാമി, ഇന്ന് തിരക്കുണ്ടോ? തിരക്ക് അനുഭവപ്പെടുന്നു? കുഴപ്പമില്ല, തൊഴുകാം, തിരക്കില്ല. പമ്പയിൽ നിന്ന് എത്ര സമയം എടുത്തു സന്നിധാനത്തേക്ക് എത്താൻ? സാധാരണ നോർമൽ ടൈം എടുത്തോളൂ. നോർമൽ ടൈം അതിനെ എടുത്തുള്ളൂ. ചെറിയ ലഘുഭക്ഷണം ഒപ്പം തന്നെ വെള്ളമൊക്കെ കിട്ടുന്നു? എല്ലാം കിട്ടി. ഭയങ്കര ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ, കുഴപ്പമില്ല, നല്ലതാണ്. അയ്യോറിൽ എത്ര സമയം നിൽക്കേണ്ടി വന്നു? അയ്യോറിലും സാധാ സമയം നിൽക്കേണ്ടി വന്നു, കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങണതാ. ഏതായാലും സ്വാമിമാരൊക്കെ ഇന്ന് തൃപ്തരാണ്. അവർ 1 മണിക്കൂറിലധികം സമയം മാത്രമേ എടുക്കുന്നുള്ളൂ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ. സുഖദർശനം തന്നെ സാധ്യമാകുമെന്നതാണ് എല്ലാവരും പറയുന്നത്. മറ്റൊന്ന്, ഈ 18-ാം പടിയിൽ ക്യൂ നിൽക്കുന്ന പോലീസുകാർ അവർക്ക് 15 മിനിറ്റ് മാത്രം ഡ്യൂട്ടി ചെയ്താൽ മതിയെന്നാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ഒക്കെ നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നാം ഇപ്പോൾ കാണുന്നത് അവർക്ക് 20 മിനിറ്റ് തന്നെ ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ 15 മിനിറ്റ് ഡ്യൂട്ടി ആക്കിയതിനുള്ളൊരു കാരണം പോലീസുകാരുടെ അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. കാരണം 1 മിനിറ്റിൽ 80-ലധികം തീർത്ഥാടകർ ഈ 18-ാം പടി ചവിട്ടി കയറിയെങ്കിൽ മാത്രമേ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാവർക്കും സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകൂ. ഏതെങ്കിലും കാരണവശാൽ 1 മിനിറ്റിൽ 70-ൽ താഴെ അയ്യപ്പന്മാർ മാത്രം ഈ 18-ാം പടി ചവിട്ടി കയറിയാൽ അത് നടപ്പന്തലിലും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പോലീസുകാർ ഈ 15 മിനിറ്റ് എന്നുള്ളതല്ല, 5 മിനിറ്റ് കൂടി കൂടുതൽ അവർക്ക് 20 മിനിറ്റ് അങ്ങനെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. പല ടേണായിട്ടാണ് ഇവിടെ പോലീസുകാർ ഈ 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. കഴിഞ്ഞ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ 18-ാം പടിയിൽ പോലീസുകാർക്ക്
നിൽക്കുന്നതിനുള്ള സൗകര്യമില്ലായിരുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം ഈ 18-ാം പടിക്ക് മുകളിൽ മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു സംവിധാനം പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വന്നതോടുകൂടി തന്നെ ഈ 18-ാം പടിയുടെ ഇരുവശങ്ങളിലും പോലീസുകാർക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ ഇപ്രാവശ്യം ഏതായാലും അവർക്ക് അവിടെ ഇരിക്കുന്നതിനുള്ള ഒരു ഇരുമ്പ് കമ്പി കൊണ്ടുള്ള താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും പോലീസുകാർ ഇരുന്നാണ് ഈ 18-ാം പടിയിൽ കൂടി 18-ാം പടി ചവിട്ടുന്ന അയ്യപ്പന്മാരെ മുകളിലേക്ക് പിടിച്ചു കയറ്റുന്നത്. ഏതായാലും 20 മിനിറ്റ് തന്നെ ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുണ്ട്.